ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു തനി നാടൻ ചേരുവകൾ കൊണ്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പപ്പായയും നാളികേരവുമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കാവുന്ന ഒരു കൂൾ ഡ്രിങ്ക്സാണിത്. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ആദ്യമായിട്ടൊരു നാളികേരം എടുത്ത് ചിരകി അതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുണ്ട്. ആ പപ്പായ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇട്ട് അതൊന്ന് വിതറി കൊടുക്കുക. പഞ്ചസാര വിതറി കൊടുത്തതിന് ശേഷം പപ്പായയ്ക്ക് കുറച്ച് മധുരം കിട്ടാനും വേണ്ടിയാണ് ഇത് നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വല്ലാതെ അത് ഇളക്കി കുത്തി ഉടയ്ക്കണ്ട, കാരണം അത് നമുക്കൊരു കട്ടി കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുന്നത്. അതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ ചെറുകിയ തേങ്ങ മിക്സിയിലിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് തേങ്ങാപ്പാലിനൊക്കെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് പിഴിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് അടിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ചും കൂടെ പാൽ ഇതിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തേങ്ങ പൊട്ടിച്ച തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ആദ്യം വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തത്. ഇനി രണ്ടാമത് തേങ്ങ വെള്ളം ചേർത്ത് അടിച്ച് അപ്പോൾ 2 പാലും എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചേരുവകളൊക്കെ ഞാനിവിടെ പറയുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ പാൽ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ഒഴിക്കാൻ ഞാൻ രണ്ടായിട്ട് അങ്ങനെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് നമ്മൾ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിരുന്നത്, പിന്നെ കുറച്ച് നാളികേരം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കസ്കസാണ്. അത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അല്പനേരം നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു മിനിറ്റ് മതി, പെട്ടെന്ന് ഇങ്ങനെയാകും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും. ഇനിയും വേണ്ടത് നമുക്ക് കുറച്ച് പഞ്ചസാര, അല്പം പാൽ ഇത് നമ്മുടെ പശുവിൻ പാലാണ്, നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇനിയുള്ളത് ഹോർലിക്സ്. ഇത് ഓപ്ഷണലാണ്. ഇത് നമുക്ക് വേണം എന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ നമ്മുടെ ജ്യൂസിന് കട്ടി കിട്ടാനും വേണ്ടി ഒന്ന് കലക്കുന്നതേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കട്ടിയിൽ എടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഈ പാലും കൂടെ ഒഴിച്ച് ഒന്ന് ഹോർലിക്സ് ഒന്ന് കലക്കിയെടുക്കാം, കട്ട കെട്ടാതെ. ഹോർലിക്സ് നിർബന്ധമേ ഇല്ല. പിന്നെ ഞാൻ ഒന്ന് ഇതിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിടെ ജ്യൂസിന് കുറച്ചും കൂടി ഒന്ന് കട്ടി ആയിക്കോട്ടെ, വല്ലാതെ തേങ്ങാപ്പാലല്ലേ. അപ്പോൾ 2 പാലും എടുത്തിട്ടുണ്ടല്ലോ, 2 പ്രാവശ്യം ഞാൻ പാലെടുത്തത് കൊണ്ടാണ് ഹോർലിക്സും കൂടെ ചേർക്കുന്നത്. തേങ്ങാപ്പാലിന് കുറച്ചും കൂടെ കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർലിക്സ് ചേർക്കേണ്ടതായ ഒരു ആവശ്യവുമില്ല. പിന്നെ ഇനി നമ്മുടെ പാല്, 2 തേങ്ങാപ്പാൽ രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ചേരുവകളും അതിലേക്ക് ഇടാം. ആദ്യം നമ്മൾ പഞ്ചസാരയും പാലും ഹോർലിക്സും കൂടെ ഇളക്കി ആ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ചിരകി വെച്ച കുറച്ച് തേങ്ങ, അതൊക്കെ ഒന്ന് കടിക്കാനും വേണ്ടിയാണ് നമ്മുടെ ജ്യൂസിലേക്ക്. ഇനി നമ്മൾ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി പപ്പായയ്ക്ക് പകരം നമുക്ക് ഏത് ഫ്രൂട്ട്സാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. ആപ്പിളോ മാമ്പഴമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പം നല്ലൊരു പപ്പായ എനിക്ക് നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ കിട്ടിയത് കൊണ്ട് ഞാനത് ചേർക്കുന്നു. അപ്പോൾ പഞ്ചസാര നമ്മൾ പപ്പായയിൽ ആദ്യം ഒന്ന് ചേർത്ത് വെച്ചിരുന്നു, ഇപ്പോഴും കുറച്ച് ചേർത്തു. അപ്പം ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. മധുരമൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് ഗ്ലാസ്സിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അത്ര നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പപ്പായയുടെ ഇത് ഉണ്ടല്ലോ, ഇത്തിരി ഒന്ന് അരച്ച് ഈ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താലും മതി. ഞാനത് മറന്നുപോയി ചെയ്യാൻ. അതിന് വേണ്ടിയാണിപ്പോൾ നമ്മുടെ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് അലങ്കരിക്കാനും വേണ്ടി മാത്രം. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അത് കണ്ടില്ലേ, പപ്പായയും നാളികേരവും കസ്കസും എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ജ്യൂസ് തന്നെയാണ്. ഇനി ഞാൻ കുറച്ച് പപ്പായ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ നല്ല ടേസ്റ്റുമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. തേങ്ങാപ്പാൽ പിഴിയുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ. ഓക്കെ, ഇനി ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.